അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി നമുക്കും മാറാം. നമ്മുടെ വാക്കിലെ സ്നേഹം, നമ്മുടെ മുഖത്തിലെ സമാധാനം, നമ്മുടെ ഹൃദയത്തിലെ ക്ഷമ, ഇതൊക്കെയാണ് ആദ്യ സാക്ഷ്യം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രകാശമാകും. നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായ സ്നേഹമുള്ളതാക്കി മാറ്റാം. എല്ലാവരെയും സ്നേഹിക്കാം. നമ്മുടെ വിശ്വാസം ലളിതമായി പങ്കുവയ്ക്കാം. ഒരു ചെറിയ വചനം മതി ഒരാളെ മാറ്റിമറിക്കാൻ. നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും ഈശോയെ സ്നേഹിക്കാം. വേദനകളിലും നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈശോയിലുള്ള സ്നേഹത്താലാണെന്നറിയുമ്പോൾ അതിലൂടെ നമുക്ക് യേശുവിന് സാക്ഷികളാകാം. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി മാറട്ടെ. നമ്മുടെ വാക്കുകൾ പ്രത്യാശ നൽകുന്നതാകട്ടെ. നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തെ കൊടുത്തുകൊണ്ട് ലോകത്തിന് പ്രകാശം നൽകുന്നതാകട്ടെ. ഇതുപോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.